ഒരു ചെടി കണ്ടാൽ ഇനി പറിച്ച് കളയരുതേ. കാരണം ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇതിന്. ഇംഗ്ലീഷിൽ ടർക്കിഷ് ബെറി എന്നും നമ്മുടെ നാട്ടിൽ ചുണ്ടങ്ങ എന്നും വിളിക്കും. ബ്ലഡ് ഷുഗർ കുറയുന്നതിനും HB കൂട്ടുന്നതിനും വളരെ നല്ലതാണ്. വിളർച്ചയുള്ളവർ ഇത് കഴിച്ചാൽ വിളർച്ച മാറി ഹീമോഗ്ലോബിൻ്റെ അളവ് പെട്ടെന്ന് കൂടും. അതുപോലെ കുട്ടികളിലെ വിരശല്യം മാറാനും വളരെ നല്ലതാണ്. ഇതുപോലെ ചെറിയ ചെറിയ കായുണ്ട്. ഇതിന് മുള്ളുള്ള ഒരു ചെടിയാണ്. ഒട്ടും കയ്പില്ലാതെ നല്ല രുചികരമായ പലതരം വിഭവങ്ങൾ നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നൊരു കൂട്ടുകറിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ചുണ്ടങ്ങ എല്ലാം പറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞെടുപ്പെല്ലാം കളഞ്ഞ് കായായിട്ട് നമുക്ക് അടർത്തിയെടുക്കണം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് കാകളെടുത്ത് ഇതുപോലെ ഒരു കല്ലിലിട്ട് ഒന്ന് ചതച്ച് എടുക്കണം. പൊട്ടിച്ച് അതിനകത്തെ അരി നമ്മൾ ഉപയോഗിക്കുകയില്ല, അരിയെല്ലാം നമ്മൾ കളയണം. അപ്പോൾ മുഴുവനായിട്ട് നമ്മളിങ്ങനെ ചതച്ച് എടുത്തിട്ടുണ്ട്. കുറേശ്ശെ കുറേശ്ശെ കല്ലിലിട്ട് ചതച്ചെടുക്കാം. നമ്മൾ ഒരു ബൗളിലേക്ക് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് നമുക്ക് ഈ ചതച്ച കാകൾ ഇടണം. ഇട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊരു അരമണിക്കൂറോളം വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ഇത് 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഞെരടി പിഴിഞ്ഞ് എടുക്കണം. അതിൻ്റെ അരിയെല്ലാം നന്നായിട്ട് പോകുന്നത് പോലെ നന്നായിട്ട് വെള്ളം തെളിയുന്നത് വരെ നമ്മൾ കഴുകിയെടുക്കണം. ഇതിനൊരു കറയുണ്ട്, ആ കറ മുഴുവൻ മാറണം. ഇതുപോലെ ഞെക്കി പിഴിഞ്ഞ് നല്ല വെള്ളം ക്ലിയർ ആകുന്നത് വരെ കഴുകിയെടുക്കണം. എന്നിട്ട് വെള്ളം നല്ലപോലെ കളഞ്ഞു വയ്ക്കാം. അപ്പം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ചക്കക്കുരു, ഒരു 15 ചക്കക്കുരു ഞാൻ ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഞെക്കി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചുണ്ടങ്ങ ചേർക്കാം. 2 തണ്ട് കറിവേപ്പില, ഒരു 1/2 കപ്പോളം ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ചിത് വേവിച്ചെടുക്കാം. ഇനി ഇതിന് അരപ്പിന് വേണ്ട ഒരു അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, എരിവിനാവശ്യമായ പച്ചമുളക്. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്ത് വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നമുക്ക് കറിയൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒന്ന് വറ്റി വരണം. നന്നായിട്ടിതൊന്ന് വെന്ത് വരണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇതുകൊണ്ട് വറ്റലും അതുപോലെ മോർക്കുളമ്പും ഒക്കെ ഉണ്ടാക്കും. വളരെ രുചികരമായ ഒരുപാട് വിഭവങ്ങൾ അവർ തയ്യാറാക്കാറുണ്ട്. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1-2 പഴുത്ത തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കണം. തക്കാളി ഒന്ന് വെന്ത് വരണം. അപ്പം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് അരപ്പൂടെ ഒന്ന് വേവണം. ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. ഒട്ടും കയ്പില്ലാതെ നമുക്കിത് തയ്യാറാക്കാം. അപ്പം ഇനി ഇതിന് കടുക് താളിച്ച് ചേർക്കണം. ഒന്നുകൂടെ അരപ്പ് വേകാനായിട്ട് ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മറ്റേ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജീരകം മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് 2-3 അല്ലി ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് മൂത്ത് വരണം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഈ താളിപ്പ് ചേർത്ത് കൊടുക്കാം. അല്പസമയം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇളക്കി ഉപയോഗിക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഈ ഒരു കറി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ വെറൈറ്റി കറിയാണ്. നിങ്ങളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.